ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ലെൻസ് മാറ്റിയിടാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കും. പക്ഷേ നല്ല ക്വാളിറ്റി ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ നമ്മുടെ ഫോണിലും പറ്റും. നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് മൊബൈൽ ക്യാമറ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒരു പ്രൊഫഷണൽ ക്യാമറ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഫോൺ ക്യാമറ. അങ്ങനെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ പ്രയോഗിക്കാവുന്ന ചില ട്രിക്സൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ടെലിഗ്രാം മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെയിനായിട്ടും 2 മോഡ്സാണുള്ളത്: ഓട്ടോമാറ്റിക് മോഡ്, മാനുവൽ മോഡ്. ഓട്ടോമാറ്റിക് മോഡിൽ ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്ന ലൈറ്റിനനുസരിച്ച് ISO, ഷട്ടർ സ്പീഡ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റാവും. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ മാനുവൽ മോഡ് ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഓപ്ഷനും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. ഇതിൻ്റെ ഷട്ടർ സ്പീഡ്, ISO, വൈറ്റ് ബാലൻസ്, ഫോക്കസ് തുടങ്ങിയ എല്ലാ സെറ്റിങ്സും ഒക്കേഷനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പർച്ചർ മൊബൈൽ ക്യാമറയിൽ ഫിക്സ്ഡ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. പക്ഷേ അപ്പർച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫോണും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO എന്നീ 3 കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫിയിൽ ഒരു DSLR ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ഷട്ടർ സ്പീഡും ISOയും ഫോണിൻ്റെ മാനുവൽ മോഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ട്രിക്ക്, നമ്മൾ അതിൻ്റെ ഫോക്കസിങ് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ പോർട്രേറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യാൻ ഇതിലൂടെ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഫോക്കസിങ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫോക്കസ് ആകുന്ന ഡിസ്റ്റൻസും മാറും. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളുടെ ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യുക. ഇനി പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യുമ്പോൾ ദൂരെയായിട്ട് കാണുന്നതെല്ലാം ബ്ലറഡ് ആകുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ബൊക്കെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോർട്രേറ്റ് മോഡിൽ സാധിക്കും. മാത്രമല്ല അടുത്തൊരു സബ്ജക്റ്റിനെയും കൊണ്ടുവന്നാൽ കിടിലൻ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് ഷട്ടർ സ്പീഡ്. ഇതും മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് മോഡിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ അത് മിക്കവാറും കൃത്യമായിട്ട് കിട്ടില്ല, ഷേക്ക് ആയതുപോലെയൊക്കെ വരത്തുള്ളൂ. ഇത് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഷട്ടർ സ്പീഡ് കൂട്ടണം. ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ ക്യാമറയുടെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവും കുറയുമെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. അടുത്തത് ISO. ഇത് ഓട്ടോമാറ്റിക്കായി തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് കുറവായ സ്ഥലമാണെങ്കിൽ പോലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. ഇതിനെക്കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് റൂൾ ഓഫ് ഡേറ്റ്സ്. ഫോട്ടോഗ്രാഫിയിലെ ഒരു ബേസിക് റൂളാണിത്. ഫോണിൻ്റെ മാനുവൽ മോഡിൽ ഈ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ അഡോബ് ലൈറ്റ് റൂം ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ വെർട്ടിക്കലി ഹൊറിസോണ്ടലി 3 സെക്ഷനായിട്ട് ഇതിൽ തിരിക്കും. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ സ്റ്റോറി വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കിടിലൻ ഇമേജസ് എടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടൈം ലാപ്സ്. ടൈം ലാപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു നിശ്ചിത ഇടവേളയിൽ എടുക്കുന്ന ഫോട്ടോസിനെല്ലാം കമ്പൈൻ ചെയ്ത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള കിടിലൻ വീഡിയോസ് ആക്കി മാറ്റുന്നതിനെയാണ് ടൈം ലാപ്സ് എന്ന് പറയുന്നത്. ടൈം ലാപ്സ് എടുക്കണമെങ്കിൽ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യണം. ട്രൈപോഡ് ഇല്ലാതെയും എടുക്കാം, എന്നാലും ട്രൈപോഡ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ടൈം സ്പിരിറ്റ് എന്നൊരു ആപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ടൈം ലാപ്സ് ഉപയോഗിച്ച് കിടിലൻ വീഡിയോസ് ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. തീർച്ചയായും ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വ്ളോഗ്സിനായി ടെലിഗ്രാം മലയാളത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുപിടുന്ന നമ്പരെ ബൈ.